ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിൽ അരിയല്ലാതെ ആട്ടയോ മണ്ണെണ്ണയോ ഒന്നും തന്നെ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കാറില്ല. ലഭിക്കുന്ന അരിയുടെ അളവാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് പോലും തികയത്തുമില്ല. വെള്ള റേഷൻ കാർഡിന് ഒരു മാസം ആകെ ലഭിക്കുന്നത് 5 കിലോ അരി മാത്രമാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും ലഭിക്കുന്നത് 2 കിലോ അരി മാത്രവും. സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാൽ നീല വെള്ള റേഷൻ കാർഡിലെ പലർക്കും മുൻഗണനാ BPL കാർഡുകൾക്ക് അർഹതയുള്ളവരാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എത്ര പാവപ്പെട്ടവർ പുതിയതായി റേഷൻ കാർഡിന് അപേക്ഷിച്ചാലും ആദ്യം ലഭിക്കുക വെള്ള റേഷൻ കാർഡ് ആയിരിക്കും. പിന്നീട് ഇവർ മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷിക്കുകയും ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറ്റി നൽകുകയുമാണ് ചെയ്തു വരുന്നത്. വർഷങ്ങളായി വെള്ള റേഷൻ കാർഡിൽ നിന്ന് നീല റേഷൻ കാർഡിലേക്ക് മാറ്റുന്നത് നിർത്തിയിരിക്കുകയാണ്. വെള്ളക്കാർഡിൽ നിന്ന് പ്രധാനമായും BPL പിങ്ക് കാർഡിലേക്കും അപൂർവമായി AAY മഞ്ഞ കാർഡിലേക്കുമാണ് തരം മാറ്റി നൽകുന്നത്. സ്വന്തമായി വീട് പോലും ഇല്ലാതെ വാടക വീടുകളിൽ കഴിയുന്നവർ പോലും വർഷങ്ങളായി വെള്ളക്കാർഡിൽ നിന്നും മുൻഗണനാ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുവാനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. എന്നാൽ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഗുരുതരമായ രോഗികളുള്ള കുടുംബങ്ങൾക്ക് നേരിട്ട് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ സാധാരണ 4 അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ മുൻഗണനാ കാർഡുകളിൽ വരുന്ന ഒഴിവുകൾ നികത്തുന്നതിനായി നീല വെള്ള കാർഡുകളിലുള്ളവരിൽ മഞ്ഞ പിങ്ക് കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ളവരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കാറുണ്ട്. ആ സമയങ്ങളിൽ സിറ്റിസൺ ലോഗിൻ വഴി നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. 1000 ചതുരശ്ര അടിയിൽ കൂടാത്ത വീട്, 1 ഏക്കറിൽ അധികം സ്ഥലം എല്ലാ കാർഡ് അംഗങ്ങൾക്കുമായി ഉണ്ടാകാതിരിക്കുക, മാസം 25,000 രൂപ ശമ്പളമുള്ളവർ കാർഡിൽ ഇല്ലാതിരിക്കുക, ടാക്സി അല്ലാതെ കാറ് പോലുള്ളവ സ്വകാര്യ ആവശ്യത്തിന് ഇല്ലാതിരിക്കുക, സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാരോ അത്തരം പെൻഷൻകാരോ കാർഡിൽ ഇല്ലാതിരിക്കുക തുടങ്ങിയവർക്കൊക്കെ മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ്. 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ഒഴിവുകൾ വരുമ്പോഴാണ് ഓരോ വർഷവും ഭക്ഷ്യവകുപ്പ് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കാറ്. സംസ്ഥാനത്ത് ഇപ്പോൾ മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് സമയമാണ്. അത് പൂർത്തിയാകുമ്പോൾ അനർഹരായ നിരവധി കാർഡുകൾ തിരിച്ചെടുക്കപ്പെടുകയും വലിയ തോതിൽ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരികയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അർഹതയുള്ള നീല വെള്ള കാർഡുകാർ അപേക്ഷ വയ്ക്കുവാൻ മറന്നു പോകാതിരിക്കുക. നൽകുന്ന അപേക്ഷകൾ പരിശോധിച്ച് മാർക്ക് നൽകി കൂടുതൽ അർഹരായവർക്ക് ആദ്യം എന്ന രീതിയിലാണ് മുൻഗണനാ കാർഡുകളിലേക്ക് മാറ്റി നൽകുക. മിനിമം 30 മാർക്ക് ലഭിക്കുന്നവരെയാണ് മുൻഗണനാ കാർഡ് ലഭിക്കുന്നതിനായി പരിഗണിക്കാറുള്ളത്. അടുത്ത അപേക്ഷ സ്വീകരിക്കുന്ന സമയത്ത് ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏപ്രിൽ മാസ റേഷൻ വിതരണം ഒരാഴ്ച വൈകി 8-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നീലക്കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി 4 രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ലഭിക്കുന്നത്. സ്പെഷ്യൽ അരിയിൽ 3 കിലോ പച്ചരിയും 1 കിലോ പുഴുക്കലരിയുമാണ് മിക്കയിടത്തും നൽകുന്നത്. വെള്ളക്കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഇതിൽ 2 കിലോ പുഴുക്കലരിയും 3 കിലോ പച്ചരിയുമാണ് ലഭിക്കുന്നത്. എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.